ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദര സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ പലരിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പോലും അസുഖം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ കുട്ടികളിൽ പൊതുവെ കാണുന്ന ഉദര സംബന്ധമായ അസുഖങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഓക്കെ, മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉദര രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മുതിർന്നവർക്ക് കാണുന്ന അൾസർ പോലുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അല്പം കുറവാണ്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രായത്തിലെ കുഞ്ഞുങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നത് റീഗർജിറ്റേഷൻ അഥവാ കൂടുതലായി തികട്ടി വരിക. അപ്പോൾ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു വെച്ചാൽ കൂടുതലും ഈ 6 മാസത്തിലുള്ള താഴെയുള്ള കുഞ്ഞുങ്ങൾ അമ്മപ്പാൽ മുലപ്പാലായിരിക്കും കുടിക്കുക, അല്ലെങ്കിൽ അവർക്ക് മുലപ്പാൽ കുറവാണെങ്കിൽ ബോട്ടിൽ ഫീഡ് അങ്ങനെയുള്ള ഫോർമുല ഫീഡിംഗ് ആയിരിക്കും. അതായത് മെയിൻലി ലിക്വിഡ് ആയിട്ടുള്ള ഫീഡാണ് അവരെടുക്കുന്നത്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയവും കിടക്കുകയാണ്, ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ അന്നനാളവും ആമാശയവും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചെറിയൊരു വാൽവ് പോലുള്ള സംഭവമുണ്ട്. കിടക്കുന്ന സമയം ഇത് കുറച്ച് കുട്ടികൾക്ക് തുറന്നായിരിക്കും ഇരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ വയറ്റിലുള്ള പാല് നേരെ അന്നനാളത്തിലേക്ക് വന്ന് ഇങ്ങനെ റീഗർജിറ്റേഷൻ നമ്മൾ കണ്ടില്ലേ, തികട്ടി വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് പോകണം എന്ന് പറയുന്നത്. ഇനി 6 മാസത്തിൽ ഇത് സാധാരണയായി തികട്ടി വരൽ ഒരു നോർമൽ കാര്യമാണ്. ഇതെപ്പോഴാണ് പ്രശ്നമുണ്ടാക്കുന്നത്? ഈ തികട്ടി വരൽ കൂടുതൽ കാരണം കൂടുതലായിട്ട് ഛർദിൽ, ഇടയ്ക്കൽ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും അമിതമായി ഛർദ്ദിക്കുക. 2 വെയിറ്റ് ഗെയിൻ, അതായത് വെയിറ്റ് ഒരു കുഞ്ഞ് ഒരു മാസത്തിൽ ഇത്ര വെയിറ്റ് വേണം എന്നുള്ള ഒരു ചാർട്ടുകളുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. വെയിറ്റ് ആഡിക്വേറ്റ് ആയിട്ട് കുട്ടിക്ക് ഗെയിൻ ചെയ്യുന്നില്ല. മൂന്നാമത്തേന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് ഈ ആമാശയത്തിൽ നിന്ന് മേലോട്ട് കയറി അന്നനാളത്തിന് പിന്നെ ശ്വാസകോശത്തിൽ ആസ്പിറേഷൻ സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും അതിന് ചികിത്സ വേണ്ടതാണ്. അതിന് എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് വേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇതിനാണ് ചികിത്സ വേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത് പല കാരണങ്ങളും കൊണ്ട് ഈ വയറുവേദന ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ. പക്ഷെ എപ്പോഴാണ് ഇത് അപകടകരമാകുന്നത്? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ശരി, ഇപ്പോൾ നമ്മൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന വയറുവേദന കൂടുതൽ ഓർഗാനിക്, അതായത് കുടൽ സംബന്ധമായിട്ടോ അമാശയ സംബന്ധമായിട്ടോ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അവർക്ക് ഈ ഇങ്ങനെയുള്ള വയറുവേദന ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺലി കാണുന്നത് കുടൽ കുരുക്കം, അതായത് ഇൻഡസെപ്ഷൻ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുടലിൻ്റെ ഒരു ഭാഗം കുടലിൻ്റെ തന്നെ അകത്തേക്ക് കയറിയിരിക്കുക. അപ്പോൾ കുട്ടികളുടെ ഇത് കയറും, ചില കുട്ടികൾക്ക് തനിയെ തന്നെ ഇറങ്ങിപ്പോകും. കയറുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാക്കും, ഇറങ്ങുമ്പോൾ നോർമലാകും. അപ്പോൾ അമ്മ പറയും ഇടയ്ക്കിടയ്ക്ക് കുട്ടി ഭയങ്കരമായി കരയുന്നു. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്താണ് ഇത് അകത്ത് കയറിയിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. മെജോറിറ്റി കുട്ടികൾക്കും ഇത് തനിയെ ഇറങ്ങിപ്പോകും. ഇനി അഥവാ ഇത് തനിയെ ഇറങ്ങുന്നെങ്കിൽ കുട്ടിയുടെ ലക്ഷണം വെച്ചാൽ പെയിൻ മാറില്ല. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് ചെറിയൊരു പീഡിയാട്രിക് സർജന് സ്കാൻ. നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്.